നിങ്ങൾ പാർലമെന്റിലേക്ക് വരാൻ പോകുന്നു, എനിക്കുറപ്പാണ് നിങ്ങൾ വരും. തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ തോളിൽ തട്ടിപ്പറഞ്ഞ രഹസ്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ് കേന്ദ്ര ടൂറിസം പെട്രോളിയം വകുപ്പ് സഹമന്ത്രി സുരേഷ് ഗോപി. ആലത്തൂരിൽ പ്രധാനമന്ത്രി പ്രചരണത്തിനെത്തിയപ്പോഴാണ് തന്റെ തോളത്ത് തട്ടി സംസാരിച്ചത്. അന്ന് പലരും തന്നോട് ചോദിച്ചിരുന്നു എന്താണ് അദ്ദേഹം തന്നോട് പറഞ്ഞതെന്ന്. എന്നാൽ ആ സമയത്ത് അത് പറയാൻ എനിക്ക് അനുവാദമുണ്ടായിരുന്നില്ല. ഇപ്പോൾ പറയാം, നിങ്ങൾ പാർലമെന്റിലേക്ക് വരാൻ പോകുന്നു, എനിക്കുറപ്പാണ് നിങ്ങൾ വരും എന്നാണ് പ്രധാനമന്ത്രി അന്ന് തന്നോട് പറഞ്ഞത്. മലയാളികൾക്ക് നന്മ ചെയ്യാൻ കഴിയുന്ന പ്രവൃത്തി ഈ കസേരയിൽ ഇരുന്നു കൊണ്ട് എനിക്ക് ചെയ്യാൻ സാധിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാണ് സുരേഷ് ഗോപിയുടെ വാക്കുകൾ. മാത്രമല്ല, കോവളം നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞു, ഇനി ഒന്നുമില്ല തരാൻ എന്ന് വിചാരിക്കരുത്. ഒന്ന് മിനുക്കിയെടുത്ത് പുതിയ കോവളം എന്ന് പറയാൻ കഴിയുന്ന തരത്തിലേക്ക് മാറ്റുന്ന പദ്ധതിയുണ്ട്. സംസ്ഥാനം ഒന്ന് സഹകരിച്ചാൽ മാത്രം മതി. സഹായിച്ചില്ലെങ്കിലും പിന്തുണച്ചില്ലെങ്കിലും കുഴപ്പമില്ല. എതിർവാദങ്ങൾ ഉന്നയിച്ച് ഈ പദ്ധതി നശിപ്പിക്കാതിരുന്നാൽ മാത്രം മതി. ഇതൊക്കെ നേരത്തെ തന്നെ ആകാമായിരുന്നു. ആരും മോശക്കാരല്ല, രാഷ്ട്രീയമായിക്കോളൂ. പക്ഷേ ആ രാഷ്ട്രീയം നേടിത്തരുന്ന സ്ഥാനമാനങ്ങളിൽ ഇരുന്നു കൊണ്ട് രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രവും മാത്രം ചിന്തിക്കാനുള്ള അവകാശം ആർക്കും ഇല്ല എന്നാണ് സുരേഷ് ഗോപി വ്യക്തമാക്കിയത്. മാത്രമല്ല, പെട്രോളിയം ആയാലും ടൂറിസം ആയാലും ജനഹിതപരമായ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നാണ് ഞാൻ പഠിച്ചതിൽ നിന്ന് മനസ്സിലാക്കിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വാചാലനായി സംസാരിച്ചത് ടൂറിസത്തെ പറ്റിയാണ്. ആ പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാടിൽ നിന്ന് ഞാൻ വഴിതെറ്റി പോകരുത് എന്ന പ്രാർത്ഥന മാത്രമാണ് തനിക്കുള്ളത്. അതേസമയം തുടർച്ചയായി സുരേഷ് ഗോപി സ്തുതിക്കുന്ന തൃശൂർ മേയർ MK വർഗീസിന്റെ നടപടിയിൽ ഇപ്പോൾ പരസ്യ എതിർപ്പുമായി തന്നെ CPI രംഗത്തെത്തുകയാണ്. ഇടതുപക്ഷം പിന്തുണയ്ക്കുന്ന ഒരു മേയറുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു അഭിപ്രായ പ്രകടനമാണ് ഉണ്ടായിരിക്കുന്നത്. ഇടതുപക്ഷത്തിന്റെ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മേയറാണെന്ന് അദ്ദേഹം ഇടയ്ക്കിടെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പദവി ഒഴിഞ്ഞ് ഇടതുപക്ഷത്തിന്റെ പുതിയ മേയറെ പിന്തുണയ്ക്കണം. തുടർച്ചയായി ഇത്തരം നിലപാട് സ്വീകരിക്കുന്ന മേയറെ സഹിച്ച് മുന്നോട്ട് പോകാൻ ആകില്ല എന്നാണ് ഇപ്പോൾ CPIയും പറയുന്നത്. ജില്ലാ സെക്രട്ടറി KK വത്സരാജാണ് ഇക്കാര്യം പറയുന്നതും. അതേസമയം ഒഴിയണമെന്ന നിലപാട് ഞങ്ങളും തുടരാൻ അനുവദിക്കണമെന്ന നിലപാട് അദ്ദേഹവും സ്വീകരിച്ചതിനാലാണ് LDF ധാരണ നടക്കാതെ നീണ്ടുപോയത്. സുരേഷ് ഗോപിയോടുള്ള ആരാധനയിലൂടെ BJP രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുന്ന നടപടി അംഗീകരിക്കാനാകില്ല. MP എന്ന നിലയിലും കേന്ദ്രമന്ത്രി എന്ന നിലയിലും സുരേഷ് ഗോപി കൊണ്ടുവരുന്ന വികസന പ്രവർത്തനങ്ങളെ എതിർക്കാനാകില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെ അംഗീകരിക്കാൻ കഴിയില്ലെന്നും വത്സരാജ് പറയുന്നു. തെരഞ്ഞെടുപ്പ് വേളയിൽ സുരേഷ് ഗോപിയെ പുകഴ്ത്തിയ മേയർ MK വർഗീസിന്റെ നടപടിയിൽ കടുത്ത അമർഷമാണ് CPI രേഖപ്പെടുത്തുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം മേയർ സുരേഷ് ഗോപിയെ വീണ്ടും പുകഴ്ത്തിയതായിരുന്നു CPI വീണ്ടും ചൊടിപ്പിച്ചത്. അതായത് വലിയ പ്രതീക്ഷകളോടെയാണ് സുരേഷ് ഗോപിയെ ജനം ജയിപ്പിച്ചതെന്നായിരുന്നു മേയറുടെ വാക്കുകൾ. കോൺഗ്രസ് വിമതനായി ജയിച്ച ഇടതുമുന്നണി പിന്തുണയോടെ മേയറായ MK വർഗീസ് സ്ഥാനമൊഴിയണമെന്ന നിലപാടാണ് ഇതിന് പിന്നാലെ CPM സ്വീകരിച്ചത്. മേയറെ പിണക്കിയാൽ ഭരണം നഷ്ടപ്പെടുമെന്ന ആശങ്കയിലാണ് CPM ഇപ്പോൾ ഉള്ളത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.